ഇറാനും ഇസ്രയേലും തമ്മിൽ ഏതാണ്ട് 2000 കിലോമീറ്ററിൽ അധികം ദൂരമുണ്ട്. എന്നിട്ടും എന്ത് കാരണത്താലാണ് അവർ രണ്ടുപേരും ഇപ്പോൾ അതിശക്തമായിട്ടുള്ള ഒരു യുദ്ധത്തിൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്നത്? അതിൻ്റെ ചരിത്രം പറയണമെങ്കിൽ കുറച്ചധികം വർഷം പിന്നിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. നമുക്ക് ആ ചരിത്രത്തിലൂടെ കടന്നു പോകാം. അതിനു മുൻപ് ഇപ്പോൾ നടന്നിരിക്കുന്ന സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാം. ആ സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്ന ചരിത്രം എന്താണെന്ന് അറിയാം. ഇസ്രയേലിൻ്റെ അയൽരാജ്യമാണ് സിറിയ. കൃത്യമായിട്ട് പറഞ്ഞാൽ അതിൻ്റെ ഉത്തര കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന രാജ്യം. അതിൻ്റെ തലസ്ഥാന നഗരം ഡമാക്കസിൽ ഒരു വലിയ ആക്രമണം നടക്കുകയുണ്ടായി ഈ മാസം, അതായത് ഏപ്രിൽ 2-ാം തീയതി. ഇവിടെ ഇറാന് ഒരു എംബസി ഉണ്ട്. ആ എംബസിയിൽ ആ ദിവസം ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദും ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്പ് അല്ലെങ്കിൽ IRGCയും കൂടി ചേർന്ന് നടത്തിയ ഒരു യോഗമായിരുന്നു അത്. അവിടേക്കാണ് ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിട്ടത്. അതിനെ തുടർന്ന് 16 പേരാണ് മരണമടഞ്ഞത്. അക്കൂട്ടത്തിൽ തന്നെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു നേതാവും ഉണ്ടായിരുന്നു, IRGCയുടെ ജനറലായ മുഹമ്മദ് റിസ സഹേദി. ഇതാണ് ഇപ്പോഴത്തെ യുദ്ധത്തിൻ്റെ തുടക്കം. ഇറാൻ്റെ എംബസിക്ക് നേരെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇറാനിൽ തന്നെ ആക്രമിക്കുന്നതിന് തുല്യമാണ്. മാത്രമല്ല ഇപ്പോൾ മരണമടഞ്ഞിരിക്കുന്നത് ഇറാൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു ജനറൽ കൂടിയാണ്. ഈ ആക്രമണങ്ങൾക്ക് കാരണമായിട്ടുള്ള ചരിത്രത്തിലേക്ക് നമുക്ക് പോകാം. 1979 ആ വർഷമാണ് ഇസ്ലാമിക് റവല്യൂഷനെ തുടർന്ന് ഇറാനിൽ ആദ്യത്തെ സുപ്രീം ലീഡർ അധികാരത്തിൽ വരുന്നത്, ആയത്തുള്ള റുള ഖൊമേനി. അദ്ദേഹമാണ് അതേ വർഷം തന്നെ IRGC സ്ഥാപിക്കുന്നത്. അത് ഇറാൻ്റെ ഒരു സൈന്യമല്ല, ശരിക്കും പറഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് ഒരു റെഗുലറായിട്ടുള്ള സൈന്യ വ്യൂഹം തന്നെയുണ്ട്. അതിന് പുറമെയാണ് IRGC കൂടി സ്ഥാപിക്കുന്നത്. അതിൻ്റെ പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇറാൻ്റെ അധികാരത്തിൽ ഏറിയിരിക്കുന്ന സുപ്രീം ലീഡറിനെ സംരക്ഷിക്കുക. അവരെ അട്ടിമറിക്കാനായിട്ട് ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഇറാൻ്റെ ഉള്ളിൽ നിന്നാണെങ്കിലും വെളിയിൽ നിന്നാണെങ്കിലും ആക്രമിക്കുക. അതിൻ്റെ തുടക്കം തന്നെ നുള്ളിക്കളയുക. ഇറാൻ്റെ റെഗുലർ ആർമിക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന IRGCക്ക് ആർമിയുണ്ട്, എയർഫോഴ്സ് ഉണ്ട്, നേവിയുമുണ്ട്. നിലവിൽ അവർക്ക് 1,25,000 വരുന്ന പട്ടാളക്കാരാണ് ഉള്ളത്. എന്നാൽ അതൊരു താൽക്കാലിക സംഖ്യ മാത്രമാണ്. ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ ആ സംഖ്യ 6 ലക്ഷമാക്കി ഉയർത്താനും അവർക്ക് സാധിക്കുന്നതാണ്. അത്രത്തോളം വോളണ്ടിയേഴ്സ് അവരുടെ പക്കലുണ്ട്. അതിനു പുറമെ ഇറാൻ്റെ റെഗുലർ ആർമിയുമുണ്ട്. IRGC സ്ഥാപിതമായി 40 വർഷങ്ങൾ കഴിഞ്ഞ് 2019 അമേരിക്ക IRGCയെ ഒരു ഭീകരവാദ സംഘടനയായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൻ്റെ കാരണമായി അമേരിക്ക ചൂണ്ടിക്കാണിക്കുന്നത് അവരുടെ ബാഹ്യമായിട്ടുള്ള ഇടപെടലുകളാണ്. സാധാരണ ഒരു സൈന്യം പ്രവർത്തിക്കുന്നത് പോലെയല്ല അവർ പ്രവർത്തിക്കുന്നത്. മറ്റ് രാജ്യങ്ങളിൽ പോയി അവിടുത്തെ തീവ്രവാദ സംഘടനയുമായിട്ട് ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നു എന്നാണ് അമേരിക്ക ആരോപിക്കുന്നത്. പക്ഷേ നമ്മളൊന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ അവർ ഇടപഴകുന്നത് ഭീകരവാദ സംഘടനകൾക്ക് എതിരെയാണെന്ന് കൂടി മനസ്സിലാക്കാൻ സാധിക്കും. സ്ഥാപിതമായി അധികം വർഷം കഴിയുന്നതിന് മുൻപ് തന്നെ IRGCയെ മിഡിൽ ഈസ്റ്റ് ഭാഗത്തേക്ക് വിന്യസിക്കുകയുണ്ടായി. മിഡിൽ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇറാനിൽ നിന്നും തീർത്തും വ്യത്യസ്തരായിട്ടുള്ള ഇസ്ലാമിക ആളുകളാണ് അവിടെ ഉള്ളത്. ഇറാൻ ഒരു ഷിയ രാജ്യമാണ്, അതായത് ഷിയ വിഭാഗത്തിൽപ്പെടുന്ന മുസ്ലിങ്ങളാണ് അവിടെ ഉള്ളത്. അതേസമയം സൗദി അറേബ്യ എന്ന് പറയുന്നത് സുന്നി വിഭാഗത്തിലുള്ള മുസ്ലിങ്ങളുള്ള രാജ്യമാണ്. സുന്നികൾക്കും ഷിയകൾക്കും ഇടയിൽ ഒരുപാട് തർക്കങ്ങളുണ്ട്, ഒരുപാട് ആക്രമണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പ്രോക്സി ഓർഗനൈസേഷനുകൾ ഉപയോഗിച്ചിട്ട് ഇറാനും സൗദി അറേബ്യയും പലപ്പോഴായിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട്. പ്രോക്സി ഓർഗനൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തേർഡ് പാർട്ടിയാണ്. അതായത് ഇവർ രണ്ടുപേരും പരസ്പരം ആക്രമിക്കുന്നില്ല, മറിച്ച് മറ്റ് ചില എത്നിക് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ റിലീജിയസ് ഗ്രൂപ്പുകൾ ഉപയോഗിച്ചിട്ട് പല രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സൗദി അറേബ്യയും ഇറാനും തമ്മിലുണ്ട്. പക്ഷേ ഇറാൻ്റെ അല്ലെങ്കിൽ IRGCയുടെ പ്രഥമ ശത്രു എന്ന് പറയുന്നത് സത്യത്തിൽ സൗദി അറേബ്യ അല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കല്ലുകടിയായിട്ട് മിഡിൽ ഈസ്റ്റിൽ കിടക്കുന്നത് ഇസ്രയേലാണ്. ഇസ്രയേൽ മുസ്ലിങ്ങളുടെ തന്നെ ഒരു പൊതു ശത്രുവായിട്ടാണ് IRGC കരുതിപ്പോരുന്നത്. ഇസ്രയേലിനോട് മാത്രമല്ല അവർക്ക് ശത്രുതയുള്ളത്, ഇസ്രയേലിനോടൊപ്പം നിൽക്കുന്ന അമേരിക്കയോടും അവർക്ക് വലിയ രീതിയിലുള്ള ശത്രുത തന്നെയാണ് ഉള്ളത്. ആയത്തുള്ള ഖൊമേനി ഈ 2 രാജ്യങ്ങളെയും അധിക്ഷേപിക്കുന്ന രീതിയിൽ നിരവധി തവണ പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. അമേരിക്കയെ ഗ്രേറ്റ് സാത്താൻ എന്നും ഇസ്രയേലിനെ ലിറ്റിൽ സാത്താൻ എന്ന പേരിലും വിശേഷിപ്പിക്കുകയുണ്ടായി. അമേരിക്ക തീർച്ചയായിട്ടും പ്രകോപിതരാകുന്നുണ്ട്. അവർക്കെതിരെ കടുത്ത ചില നടപടികൾ സ്വീകരിക്കുന്നുമുണ്ട്. അമേരിക്ക വലിയൊരു സാമ്പത്തിക ശക്തി തന്നെയാണ്. അവർ തീരുമാനിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്ന പല രാജ്യങ്ങളുമുണ്ട്.
ആ രാജ്യങ്ങളെ ഉപയോഗിച്ചിട്ട് പല രീതിയിലുള്ള പ്രൊഹിബിഷൻസ് ഇറാൻ്റെ മേൽ ഏൽപ്പിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഇറാന് വലിയ രീതിയിലുള്ളൊരു സാമ്പത്തിക ബാധ്യത പോലും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ വർഷങ്ങൾ കഴിയുന്നതനുസരിച്ച് ഇറാൻ ഒരു വലിയ സൈനിക ശക്തിയായിട്ട് തന്നെ മാറുകയും ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് നിലനിൽക്കണമെങ്കിൽ സൈന്യം തീർച്ചയായിട്ടും ശക്തി പ്രാപിക്കേണ്ടതാണ്. 1990കളുടെ തുടക്കഘട്ടത്തിൽ തന്നെ ഇസ്രയേലും IRGCയും തമ്മിൽ പ്രോക്സി കോൺഫ്ലിക്റ്റുകൾ നടക്കുന്നുണ്ട്. അത് നേരിട്ടുള്ള യുദ്ധങ്ങളല്ല, അടുത്തുള്ള അയൽ രാജ്യങ്ങളെ സൈന്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പല യുദ്ധങ്ങളുമാണ്. ഈ വർഷങ്ങൾക്കിടയിൽ രണ്ട് രാജ്യങ്ങളും വലിയ ന്യൂക്ലിയർ പവറായിട്ട് തന്നെ മാറുകയാണ്. പക്ഷേ ഒഫീഷ്യലി രണ്ട് രാജ്യങ്ങളുടെയും പക്കൽ ന്യൂക്ലിയർ വെപ്പണുകൾ ഒന്നും തന്നെ ഇല്ല. പക്ഷേ എല്ലാവർക്കും തന്നെ വ്യക്തമായിട്ടറിയാം ഇസ്രയേലിൻ്റെ പക്കൽ അണുവായുധമുണ്ടെന്ന്. 400ഓളം ന്യൂക്ലിയർ വാർ ഹെഡുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ന്യൂക്ലിയർ വെപ്പണിൻ്റെ കാര്യത്തിൽ ഇറാനും മോശക്കാരല്ല. അവരുടെ പക്കലും ആയുധമുണ്ട്. പക്ഷേ അതൊക്കെ പൂർണ്ണമായിട്ടും രഹസ്യമായിട്ട് തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇസ്രയേൽ പലപ്പോഴായിട്ട് ഇത് ഒരു വലിയ കുറ്റമായിട്ട് ആരോപിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, അവർ അതിനെതിരെ പ്രതികരിക്കുന്നുമുണ്ട്. മിലിറ്ററി ഒഫീഷ്യൽസിന് ഒരിക്കലും ഒരു ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയില്ല. സയൻറ്റിസ്റ്റുമാർക്കാണ് അത് സാധ്യമാകുക. അതുകൊണ്ട് തന്നെ നിരവധി ഇറാനിയൻ സയൻറ്റിസ്റ്റുമാരെ പലപ്പോഴായിട്ട് കൊല്ലുന്നുണ്ട് ഇസ്രയേലികൾ. ഇത് ശരിക്കും ഒരു തീവ്രവാദ രീതിയിലുള്ള ആക്രമണം തന്നെയാണ്. പക്ഷേ ആരും ഇസ്രയേലിനെ ഒരു തീവ്രവാദ രാജ്യമായിട്ടൊന്നും പ്രഖ്യാപിക്കുന്നില്ല. കാരണം ഒരിക്കലും ഒരു പട്ടാളം എതിർചേരിയിലുള്ള അല്ലെങ്കിൽ ശത്രു രാജ്യത്തിലെ സാധാരണക്കാരെ അല്ലെങ്കിൽ അവിടുത്തെ ഗവേഷകരെ ഒന്നും കൊല്ലാൻ ശ്രമിക്കുന്നതല്ല. അങ്ങനെ കൊല്ലാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും ടെററിസ്റ്റുകൾ തന്നെയാണ്. മാത്രമല്ല യുദ്ധത്തിലൂടെയല്ല ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടപ്പിലാക്കുന്നത്, രഹസ്യമായിട്ട് അവരുടെ ചാരസംഘടന ഉപയോഗിച്ചിട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും ഇറാൻ പ്രതികരിക്കുന്നതാണ്. അതിനുവേണ്ടി IRGC ഉപയോഗിക്കുന്നതുമാണ്. പക്ഷേ IRGC അവർ നേരിട്ട് ഉപയോഗിക്കുന്നില്ല. ഇസ്രയേലിൻ്റെ അയൽ രാജ്യങ്ങൾ വഴിയാണ് അവർ അത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇസ്രയേലിൻ്റെ അയൽ രാജ്യങ്ങളെന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ ശത്രുക്കൾ തന്നെയാണ്. അങ്ങനെയാണ് IRGCയുടെ കീഴിൽ വരുന്ന ഖുദ്സ് ഫോഴ്സ് ഇസ്രയേലിൻ്റെ ഉത്തരഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലെബനനുമായിട്ട് ഒരു കരാർ ഉണ്ടാക്കിയെടുക്കുന്നത്. ആ കരാറിൻ്റെ ഭാഗമായിട്ട് ഷിയ ലെബനീസ് മിലിറ്ററി ഗ്രൂപ്പായിട്ടുള്ള ഹിസ്ബുള്ളയോട് സഹകരിക്കുന്നുണ്ട്. അവർക്ക് ഫിനാൻഷ്യലായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. യുദ്ധങ്ങളിൽ അവരോടൊപ്പം തന്നെ നിന്ന് പടപൊരുതുന്നുണ്ട്. ഈ ഒരു കൂട്ടായ്മ ഉപയോഗിച്ചിട്ടാണ് ഉത്തരഭാഗത്തു നിന്നും ഇസ്രയേലിനെ അവർ ആക്രമിച്ചു തുടങ്ങുന്നത്. ഇസ്രയേലിന് അത് വലിയൊരു തലവേദന തന്നെയായിരുന്നു. ഇസ്രയേലിന് ഓൾറെഡി ഒരു ആഭ്യന്തര ലഹളയുണ്ട്. പലസ്തീനുമായിട്ട് അവർ പോരാടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതിനിടയിലാണ് ഈ ഒരു ആക്രമണം കൂടി വരുന്നത്. പലസ്തീനു വേണ്ടി വാദിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന ഹമാസിനെ ഹിസ്ബുള്ള വഴി IRGC അല്ലെങ്കിൽ ഖുദ്സ് ഫോഴ്സ് സഹായിക്കുന്നുമുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് സിറിയയിൽ സിവിൽ വാർ അരങ്ങേറുന്നത്. 2010കളുടെ തുടക്കം. ഭീകരവാദ സംഘടനയായ ISISഉം അവിടുത്തെ ഗവൺമെൻറ്റും തമ്മിലാണ് യുദ്ധം നടക്കുന്നത്. ആ യുദ്ധത്തിനിടയിൽ ഷിയ പള്ളികൾക്ക് ക്ഷതമേൽക്കുന്നുണ്ട്. ഷിയ പള്ളികൾ ഇറാനികളുടെ പള്ളിയാണ്, അല്ലെങ്കിൽ ഇറാനിലുള്ള ഷിയ മുസ്ലിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട പള്ളി തന്നെയാണ്. അതിനെ തുടർന്ന് IRGCയെ അവിടെ വിന്യസിപ്പിക്കുന്നുണ്ട്. അതൊരു ഡിഫൻസ് ഫോഴ്സ് ആയിട്ടാണ്. അതായത് ആ യുദ്ധത്തിൽ നേരിട്ട് ഇടപഴകുന്നില്ല. മുസ്ലിം പള്ളിയെ സംരക്ഷിക്കുക എന്നത് മാത്രമാണ് ഇവരുടെ ദൗത്യം. പക്ഷേ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ്റുമായിട്ട് IRGCക്ക് അല്ലെങ്കിൽ ഇറാന് ഒരു സന്ധി ഉണ്ടാക്കാനായിട്ട് സാധ്യമായി. സിറിയൻ പ്രസിഡൻ്റായിട്ടുള്ള ബാഷർ അൽ അസദിനെ പ്രസിഡൻ്റായിട്ട് തന്നെ നിലനിർത്തുക, ISISനെതിരെ പോരാടുക. ഈ യുദ്ധത്തിലേക്ക് റഷ്യയുടെ ഒരു കടന്നുകയറ്റവുമുണ്ട്. റഷ്യയും കൂടെ ചേർന്നിട്ടാണ് ISISനെ തുരത്താനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെയാണ് സിറിയയ്ക്ക് ഇറാൻ വളരെ വേണ്ടപ്പെട്ട ഒരു രാജ്യമായിട്ട് മാറുന്നത്. അതിനു പുറമെ IRGCക്ക് അല്ലെങ്കിൽ ഇറാൻ്റെ സംഘടനയ്ക്ക് അവിടെ ഒരുപാട് മിലിറ്ററി ബേസുകൾ സ്ഥാപിക്കാനുള്ള അനുമതിയും കൊടുക്കുകയാണ്. ഇപ്പോൾ സിറിയയിലുള്ള മിലിറ്ററിയും IRGCയും ചേർന്ന് ഒന്നിച്ചാണ് പോരാടുന്നത്. ആദ്യഘട്ടത്തിൽ ലെബനിൽ നിന്നുകൊണ്ട് ഇസ്രയേലിൻ്റെ ഉത്തരഭാഗത്തേക്ക് ആക്രമിക്കാൻ സാധ്യമായെങ്കിൽ ഇപ്പോൾ അതിനും പുറമെ സിറിയയുടെ റെഗുലർ ഫോഴ്സിനോട് ചേർന്ന് തന്നെ യുദ്ധം നയിക്കാൻ സാധ്യമാവുകയാണ്. അത് ഇസ്രയേലിനെ കുറേ കൂടി ചൊടിപ്പിക്കുകയുണ്ടായി. അവർക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ഈ യുദ്ധങ്ങളിലൊക്കെ സംഭവിക്കുന്നുണ്ട്. ചുരുങ്ങിയ കാലം കൊണ്ട് IRGCക്ക് ഇത്രയധികം ശക്തി പ്രാപിക്കാൻ സാധ്യമായതിന് പിന്നിൽ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയാണ് മുഹമ്മദ് റസ സഹേദി. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയൊരു ശക്തിയായിട്ട് അവർക്ക് അവിടെ വ്യാപിക്കാൻ സാധ്യമായത്. അത് ഇസ്രയേലിന് വ്യക്തമായിട്ട് തന്നെ അറിയുകയും ചെയ്യാം. ഈ ഒരു കണ്ണി മുറിച്ചു മാറ്റുകയാണെങ്കിൽ ഇറാൻ്റെ നേരിട്ടുള്ള സിറിയയുമായിട്ടുള്ള ബന്ധത്തെയും ലെബനനുമായിട്ടുള്ള ബന്ധത്തെയും അത് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഏപ്രിൽ 2 ഡമാസ്കസിൽ ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിട്ടത്.
ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ IRGCയുടെ ഒരു നേതാവിനെ കൊല്ലുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അമേരിക്ക ഖാസിം സൊലൈമാനി എന്ന അവരുടെ കമാൻഡറിനെ കൊല്ലുകയുണ്ടായി. ഇറാഖിലെ ബാഗ്ദാദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വെച്ചായിരുന്നു ആ കൊലപാതകം. ഇപ്പോൾ ഇറാൻ എംബസിക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിന് എതിരായിട്ട് ഇറാൻ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ആദ്യത്തെ നീക്കം എന്താണെന്ന് മനസ്സിലാക്കാൻ ആദ്യഘട്ടത്തിൽ ഇസ്രയേലിന് സാധ്യമാകുന്നില്ല. ഒരു വ്യാപാര കപ്പൽ, ഒരു ചരക്ക് കപ്പൽ ഇപ്പോൾ തട്ടിയെടുത്തിരിക്കുകയാണ് ഇറാൻ. MSC അരീസ് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. അതിൽ 25ഓളം ആളുകളുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ ആ 25 പേരിൽ 17 പേരും ഇന്ത്യക്കാരാണ്. ഇന്ത്യ ഇപ്പോൾ നിലവിൽ അവരുമായിട്ട്, ഇറാനുമായിട്ട് ചർച്ചകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ 17 ഇന്ത്യക്കാരെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ചർച്ച നടപ്പിലാക്കുന്നത്. എന്തായാലും ഇതൊരു വലിയ യുദ്ധത്തിൻ്റെ തുടക്കമായിട്ട് തന്നെ വേണം നമ്മൾ കരുതാൻ. പല വിദഗ്ധരും പറയുന്നത് ഇത് ഒരു 3ാം ലോക മഹായുദ്ധമായിട്ട് മാറാനുള്ള ഒരു വലിയ സാധ്യത തന്നെ ഉണ്ടെന്നാണ്. അതിൻ്റെ കാരണം ഇരു ചേരികളിലും വിന്യസിക്കാൻ കഴിയുന്ന പ്രബലരായിട്ടുള്ള വിദേശ ശക്തികളുണ്ട്. അങ്ങനെ ഒന്നു ചേരുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റൊരു വലിയ യുദ്ധത്തിന് കാരണമായി മാറുന്നതാണ്. ഈ യുദ്ധം ആ ഒരു ഘട്ടം വരെ എത്തുകയില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എത്തിക്കഴിഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള ഒരു പ്രതിഫലനം തന്നെയായിരിക്കും ഉണ്ടാവുക. ഇസ്രയേൽ അവരുടെ അണുവായുധം ഉപയോഗിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുകയില്ല. പലസ്തീനെതിരെ അവർ തീർച്ചയായിട്ടും അത് ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ അതിനൊരു കാരണമുണ്ട്. കാരണം പലസ്തീൻ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇപ്പോൾ. ആ ഒരു ഭാഗം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഇസ്രയേലിൻ്റെ ഉള്ളിൽ തന്നെയാണ്. വളരെ ചെറിയൊരു പ്രദേശമാണ് ഇസ്രയേൽ തന്നെ. അവിടെ അപ്രകാരം ഒരു അണുവായുധ ആക്രമണം നടക്കുകയാണെങ്കിൽ അത് പലസ്തീനേക്കാൾ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഇസ്രയേലിൻ്റെ നിലനിൽപ്പിനെ തന്നെയാണ്. പക്ഷേ ഇറാനുമായിട്ട് ഈ 2000 കിലോമീറ്ററിൻ്റെ അകലമുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ആക്രമണം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടാനായിട്ട് ഒന്നും തന്നെയില്ല. ഇറാനും വെറുതെ ഇരിക്കുകയില്ല. അവരും വലിയ ഒരു സൈനിക ശക്തി തന്നെയാണ്. പ്രത്യാക്രമണം ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഈ ആക്രമണവും യുദ്ധവും ഒക്കെ അധികം അങ്ങ് നീണ്ടു പോവുകയില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.